പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അമ്മമാര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അച്ഛന്മാരും ചോദിക്കാറുണ്ട് കേട്ടോ. മക്കളെ രക്ഷിക്കാൻ വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരു സങ്കടം പോലെ പറയാറുണ്ട്, മക്കളുടെ അടുത്ത് ചില മന്ത്രങ്ങളും ചില പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവരുടെ തിരക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ ചെറിയ വിശ്വാസക്കുറവുകൾ കൊണ്ടോ, അല്ലെങ്കിൽ അലക്ഷ്യത ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അവരിതൊന്നും ചെയ്യില്ല. അപ്പൊ നമ്മളല്ലേ ഇത് ചെയ്തു കൊടുക്കേണ്ടത്? എങ്ങനെയാണ്, ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്, ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ചില മന്ത്രങ്ങളും ചില വഴിപാടുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൻ പ്രകാരം അവർ ചെയ്യാറുണ്ട്. അവരുടെ കുട്ടികൾക്ക് ഉന്നമനം കിട്ടുന്നുണ്ട് എന്ന് അവർ മറുപടി തരാറുമുണ്ട്. ഇത് കേൾക്കുമ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ ഞാൻ പൊതുവില് എന്നെ കാണാൻ വരുന്നവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്ന 3 മന്ത്രങ്ങളാണ് ഇവിടെ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എന്നെ മുന്നേ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ഈ മന്ത്രം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പലർക്കും വളരെ ഗുണം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ മക്കളെ അവരുടെ കഠിനതരമായിട്ടുള്ള ദശാപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടോ, അവരുടെ ജാതകപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് മൗഢ്യതകളൊക്കെ ബാധിച്ചിരിക്കും. അപ്പൊ നമുക്ക് അതെല്ലാം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവത് സമക്ഷം നമുക്ക് ജപിക്കാവുന്ന വളരെ ലളിതമായിട്ടുള്ള 3 മന്ത്രങ്ങൾ, ഏതൊരാൾക്കും ജപിക്കാൻ പറ്റുന്ന, യാതൊരുവിധ നിബന്ധനകളും ഇല്ലാത്ത ആ മന്ത്രത്തെയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊന്ന് എഴുതി സൂക്ഷിക്കണം കേട്ടോ. ഒരു വീഡിയോയിൽ കേട്ട് അങ്ങ് മറന്നു പോകേണ്ട കാര്യമല്ല. ഒരു തലമുറയ്ക്ക് ഗുണം ചെയ്യുന്ന, മറ്റൊരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യേണ്ടുന്ന പ്രധാന മന്ത്രങ്ങളാണ്. നിങ്ങളുടെ പൂജാമുറിയിലൊരു ചെറിയ ബുക്ക് ഉണ്ടെങ്കിൽ അതിലോട്ടൊന്ന് എഴുതി വെച്ചോളൂ. ഇങ്ങനത്തെ മന്ത്രങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളണം. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോകും, പിന്നീട് നോക്കുമ്പോൾ ഇത് കാണുകയില്ല. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഈ 3 മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന സമയം ഒന്നുകിൽ രാവിലെ ആയിരിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും. അപ്പോൾ ഇതിന് നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ടേ നമുക്ക് ജപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ടാവും, വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ടാവും. 2 നേരവും നിങ്ങൾക്ക് ജപിക്കാമെങ്കിൽ വളരെ ഉത്തമം, ചെയ്തോളൂ. ഇനി ഒരു നേരമാണ് ജപിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ മന്ത്രങ്ങൾ ഓരോന്നും 8 തവണ ജപിക്കണം എന്നുള്ളതാണ്. ഓരോ മന്ത്രങ്ങളും 8 തവണ. മന്ത്രം ആദ്യം ഞാനൊന്ന് എഴുതി കാണിക്കാം കേട്ടോ. ഓം ഹ്രീം ശരവണഭവായ സന്താനരക്ഷകായ നമഃ. ഓം ഹ്രീം മഹാസരസ്വതിം ബുദ്ധിവർദ്ധകായ നമഃ. ഓം ഹ്രീം മഹാവിഷ്ണവേ ആപദ്ബാന്ധവായ നമഃ. ആദ്യത്തെ മന്ത്രം ഓം ഹ്രീം ശരവണഭവായ സന്താനരക്ഷകായ നമഃ. ഈ മന്ത്രം ഭഗവാൻ സുബ്രഹ്മണ്യനെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ 8 തവണ ജപിക്കേണ്ടത്. സുബ്രഹ്മണ്യ സ്വാമി വേലുമായിട്ട് നിൽക്കുന്ന ആ സ്വരൂപത്തെ നന്നായിട്ട് കണ്ട്, ഒപ്പം തന്നെ നമ്മുടെ കുട്ടിയെയും മനസ്സിൽ ഓർത്തിട്ട് നമുക്ക് ജപിക്കാം. ഇപ്പോൾ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ ഒന്നിലധികം കുട്ടികളെ മനസ്സിൽ ഓർത്തിട്ട് നമുക്കിത് ജപിക്കണം. രണ്ടാമത്തത് സരസ്വതിയെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ കുട്ടികളെയും ഒന്ന് ചിന്തിച്ചിട്ട് ഈ മന്ത്രം ജപിക്കണം. ഓം ഹ്രീം മഹാസരസ്വതിം ബുദ്ധിവർദ്ധകായ നമഃ. അതായത് നമ്മുടെ കുട്ടിയുടെ ബുദ്ധിശക്തിയൊക്കെ നന്നായിട്ട് പ്രജ്വലിച്ച് വളരെ ഗുണപരമായിട്ടുള്ള രീതിയിലേക്ക് വളരാൻ സരസ്വതി ദേവിയെ നമ്മൾ നമിക്കുന്നു എന്നാണ് ഈ അർത്ഥം. കുട്ടികളും ഈ മന്ത്രം ജപിക്കുമെങ്കിൽ വളരെ പുണ്യമാട്ടോ ഈ 3 മന്ത്രങ്ങളും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അമ്മമാര്, അച്ഛന്, മുത്തശ്ശന്, അങ്ങനെ ആർക്ക് വേണമെങ്കിലും കുട്ടിയൊക്കെ വേണ്ടി ജപിച്ചു കൊടുക്കാം കേട്ടോ. മൂന്നാമത്തത് ഓം ഹ്രീം മഹാവിഷ്ണവേ ആപദ്ബാന്ധവായ നമഃ. അതായത് ആപത്തുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു കൂടെ ഉണ്ടാവണം. ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇത് ജപിക്കുക. ഇങ്ങനെ ഓരോ മന്ത്രവും നമ്മൾ 8 തന്നെ ജപിക്കണം. മാത്രമല്ല, കുട്ടി അടുത്തുണ്ടെങ്കിൽ നമ്മൾ ജപിച്ച് വന്നിട്ട് കുട്ടിക്ക് തലയിലൊന്ന് കൈവച്ച് അനുഗ്രഹം കൊടുക്കുന്നത് നന്നായിരിക്കും.
അങ്ങനെ നിർബന്ധമില്ല. പക്ഷെ ജപിച്ച് കഴിഞ്ഞിട്ട് കുട്ടിയെ അടുത്ത് വിളിച്ച് കൈ നെറുകയിൽ വെച്ച് അനുഗ്രഹം കൊടുക്കുന്നത് വളരെ പുണ്യകരമാണ്. കുട്ടിയുടെ ആ ഒരു മൗഢ്യമൊക്കെ ഉണ്ടാവില്ല. ചില കുട്ടിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, ചിലപ്പോൾ മൗഢ്യം ഉണ്ടാവും, പിന്നെ പഠനത്തിൽ താല്പര്യം കുറഞ്ഞു പോകും. ചില കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. പഠിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷേ ദൃഷ്ടിദോഷം കൊണ്ടോ മറ്റോ അല്ല നമ്മുടെ ജാതകദോഷം കൊണ്ടോ സമയദോഷം കൊണ്ടൊക്കെ രോഗാദി ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചില കുട്ടിയൊക്കെ ആണെങ്കിലോ ഒന്നും വേണ്ട, ചില വഴിതെറ്റലുകൾ പോലുള്ള ചില വാഗ്ദോഷങ്ങളൊക്കെ തുടർച്ചയായിട്ട് പറയുന്ന തരത്തിലൊക്കെ വന്നിരിക്കും. അതിനെല്ലാം തന്നെ നല്ല പരിഹാരമാണ് ഈ മന്ത്രം. ഇത് നിങ്ങൾ ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളിലെ ഭാവിക്ക് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. താന്ത്രികപരമായിട്ടുള്ള ദൈവാധീനപരമായിട്ടുള്ള, നമ്മൾ പൈസയൊക്കെ കൊണ്ടുവന്ന് ബാങ്കിലിട്ടും കുട്ടികളുടെ നല്ല കാലത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഈശ്വര സമക്ഷത്ത് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 3 മന്ത്രങ്ങളാണിത്. വലിയ വഴിപാടുകളൊന്നും അല്ല, ചിലപ്പോൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ജപിക്കാനുള്ളൊരു മനസ്സും ഭക്തിയും മാത്രം മതി. അപ്പോൾ ഇത് ജപിച്ചോളും. കുട്ടികൾ നല്ല രീതിയിൽ തന്നെ വളരുന്നത്, അവരുടെ ദൃഷ്ടിദോഷം മറ്റു ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടുന്നതിനൊക്കെ ഇത് വളരെ ഗുണകരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.